നീറ്റ് യുജി പുനഃപരീക്ഷ നടത്തിപ്പിൽ മാറ്റങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 3.25 മണിക്കൂറാക്കി. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെയായിരിക്കും പരീക്ഷ. ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിൽ റഫ് വർക്കിനുള്ള സ്ഥലം 4 ഉയർത്തി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ നീറ്റ് യുജി പുനഃപരീക്ഷ നടത്തിപ്പിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരീക്ഷ സൗഹൃദമാക്കി നടപ്പാക്കുക, അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മാറ്റം നടപ്പാക്കുന്നതെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നത്. ഏതായാലും ആ മാറ്റങ്ങൾ ഇങ്ങനെയാണ്. പരീക്ഷാ സമയം 15 മിനിറ്റ് ഇപ്പോൾ വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 3.25 മണിക്കൂറായിരിക്കും പരീക്ഷാ സമയം. പരീക്ഷ 2 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ആയിരിക്കും പരീക്ഷ നടക്കുക. ഈ അധിക സമയം എന്ന് പറയുന്നത് ഈ ഒപ്പിടൽ അതുപോലെയുള്ള മറ്റ് നടപടിക്രമങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ അധിക സമയം അനുവദിക്കുക എന്നുള്ളതാണ്. നേരത്തെ 3 മണിക്കൂറായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അത് 15 മിനിറ്റ് കൂടി കൂട്ടി ഇപ്പോൾ 3.25 മണിക്കൂറായി കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ ഡയഗ്രാം വരയ്ക്കാനും കണക്കുകൂട്ടലുകൾ നടത്താനുമൊക്കെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ബുക്ക്ലെറ്റിൽ അഡീഷണലായി പേജുകൾ വെച്ചിരുന്നു. അത് 2 പേജുകളാണ്. അത് അവസാനത്തെ ചോദ്യപേപ്പറിൻ്റെ അവസാന ഭാഗത്ത് 2 പേജുകളാണ് അറ്റാച്ച് ചെയ്തിരുന്നത്. അവർക്ക് ഈ കണക്കുകൂട്ടലുകൾ നടത്താനും ഡയഗ്രാം വരയ്ക്കാനും ഒക്കെയായി. പക്ഷേ അതിപ്പോൾ 4 ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. അതായത് അത് ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗത്ത് നിർദ്ദേശങ്ങളടങ്ങിയ ആ പേജ് കഴിഞ്ഞാൽ അടുത്ത 2 പേജുകൾ ഇത്തരത്തിൽ റഫ് വർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഈ കണക്കുകൂട്ടലുകളും ഡയഗ്രാം അടക്കമുള്ള റഫായിട്ടുള്ള ഈ പരീക്ഷ എഴുതുന്നതിൻ്റെ ഭാഗമായുള്ളവരുടെ റഫ് വർക്കുകൾ നടത്താനായി 2 പേജുകൾ ഈ ചോദ്യപേപ്പറിൻ്റെ ബുക്ക്ലെറ്റിൽ ആദ്യവും 2 പേജുകൾ അവസാന ഭാഗവുമായി നൽകും എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊന്നുള്ളത്, ഈ ഇടത് കൈയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സൈഡിൽ മാത്രം ഈ റഫ് വർക്കുകൾ നടത്താനുള്ള സ്പേസ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെന്ന് ആ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. ഇനി മുതൽ ആ വിദ്യാർത്ഥികൾക്ക് കൂടി ഫലപ്രദമാകുന്ന വിധത്തിൽ ഈ 2 വശങ്ങളും ഇരുവശങ്ങളും ഇത്തരത്തിൽ ഇവർക്ക് ഈ റഫ് വർക്ക് ചെയ്യാനുള്ള സൗകര്യവും കൂടി ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഏതായാലും പരീക്ഷാ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമായ കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യ നീറ്റ് യുജി പരീക്ഷ ഈ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പരീക്ഷ ആദ്യം എഴുതിയ വിദ്യാർത്ഥികളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു തവണ വളരെ മികച്ച രീതിയിൽ പഠിച്ചാണ് ആ പരീക്ഷ പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഴുതിയത്. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും പരീക്ഷ എഴുതുക എന്നുള്ളത് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച വലിയ സമ്മർദ്ദത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അത് ഒന്ന് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ NTA ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കുട്ടികളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കി, അവർക്ക് കൂടുതൽ പരീക്ഷാ സൗഹൃദം ആക്കി അവരെ പരീക്ഷ എഴുതിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ NTA മാറ്റങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. വരും പരീക്ഷകളും ഇത്തരത്തിൽ ഈ മാറ്റം തുടരുകയും ചെയ്യും എന്നുള്ളതാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും നീറ്റ് യുജി പുനഃപരീക്ഷയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സൗഹൃദമാക്കുക എന്നതാണ് ഈ ഒരു മാറ്റങ്ങളുടെയൊക്കെ ഒരു ലക്ഷ്യം. എന്തായാലും 3.25 മണിക്കൂറൊക്കെ ആക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെ ആയിരിക്കും പരീക്ഷ നടത്തുക. ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിൽ റഫ് വർക്കിനുള്ള സ്ഥലവും 4 ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ നീറ്റ് യുജി പുനഃപരീക്ഷ നടത്തിയപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്. രാജ്യസഭാ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക വിവാദത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. മധ്യപ്രദേശിൽ നിന്നുള്ള പത്രിക തള്ളിയതിനെതിരെ മീനാക്ഷി നടരാജൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് ജസ്റ്റിസ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഭരണാധികാരി പത്രിക തള്ളിയാൽ അപ്പീൽ കേൾക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഈ ഘട്ടത്തിൽ ഇടപെടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ചാൽ കോടതികൾ ഇടപെടാറില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. മീനാക്ഷി നടരാജന് തിരഞ്ഞെടുപ്പ് ഹർജിയുമായി കോടതിയെ സമീപിക്കാം. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും ഇടപെട്ടില്ലെന്നാണ് മീനാക്ഷിയുടെ പരാതി. തെലങ്കാനയിലെ ഒരു കേസിന്റെ വിവരങ്ങൾ പത്രികയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന BJPയുടെ പരാതിയെ തുടർന്നാണ് വരണാധികാരി മീനാക്ഷിയുടെ പത്രിക തള്ളിയത്.
രാജ്യസഭാ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയിലാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. വലിയൊരു വിവാദമൊക്കെ ആയി മാറിയ ഒരു വിഷയമായിരുന്നു. എന്തായാലും മധ്യപ്രദേശിൽ നിന്നുള്ള പത്രിക തള്ളിയതിനെതിരെ ഇപ്പോൾ മീനാക്ഷി നടരാജൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഹർജിയിൽ ഇടപെടാനാവില്ല എന്ന് ജസ്റ്റിസ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞു. വരണാധികാരി പത്രിക തള്ളിയാൽ അപ്പീൽ കേൾക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇടപെടാനാവില്ല എന്നാണ് ഇപ്പോൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചിട്ടുള്ളത്. മീനാക്ഷി നടരാജൻ സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് നടപടി ആരംഭിച്ചാൽ കോടതികൾ ഇടപെടാറില്ല എന്നാണ് ഇപ്പോൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. മീനാക്ഷി നടരാജന് തിരഞ്ഞെടുപ്പ് ഹർജിയുമായി കോടതിയെ സമീപിക്കാം എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും ഇടപെട്ടില്ല എന്നൊരു പരാതിയൊക്കെ മീനാക്ഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തെലങ്കാനയിലെ ഒരു കേസിന്റെ വിവരങ്ങൾ പത്രികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന BJPയുടെ പരാതിയെ തുടർന്നായിരുന്നു ഈ വരണാധികാരി മീനാക്ഷിയുടെ പത്രിക തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മീനാക്ഷി മധ്യപ്രദേശിൽ നിന്നുള്ള പത്രിക തള്ളിയതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി മീനാക്ഷി സമീപിച്ചത്. എന്തായാലും ആ ഒരു ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്തായാലും രാജ്യസഭാ സ്ഥാനാർത്ഥി നാമനിർദ്ദേശക പത്രിക വിവാദത്തിലാണ് കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. മീനാക്ഷി നടരാജൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്.